ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി 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 നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ അമ്മയ്ക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം മിനിഞ്ഞാന്ന് വൈകിട്ട് ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ കാനിൽ ബൾജായി കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി വീണ്ടും ഇതൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് എനിക്ക്. പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെന്നുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ എപ്പോഴും സോഡിയം കുറഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലപോലെ ക്ഷീണമാണ് അമ്മയ്ക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കട്ടിൻ്റെ മുകളിൽ നമ്മൾ ഒരുവിധമൊക്കെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുപോയി കിടക്കുമ്പോഴത്തേനും എനിക്ക് വയ്യാതെയാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒന്നെങ്കിൽ ഇരിക്കും അല്ലെങ്കിൽ കിടക്കും, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നുള്ള പോലെയാണ് നമ്മുടെ ഇതെന്ന് പറയും. പക്ഷേ എനിക്ക് ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള കാരണം വേദന സഹിക്കാനും പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഒന്നും ഉറക്കമില്ലാത്ത കാരണം അതും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഹോസ്പിറ്റലിനൊക്കെ വന്നപ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു ഉപ്പും വന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുളിപ്പിക്കാനായിട്ട് വയ്യ അമ്മേനെ. ഞാൻ വിചാരിച്ചു ശരി കുറച്ച് കണ്ട് കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ അമ്മേനെ അങ്ങനെ ആയിട്ട് പ്രജിക്ക് കുട്ടിയും ഉള്ള കാരണം എപ്പോഴും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റൂലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെയാണ്, വോട്ടൊന്നും ചെയ്യാൻ പോകാൻ പറ്റില്ല, ശരി ഈ പ്രാവശ്യത്തെ വോട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ആദ്യത്തെ അതായത് 18 വയസ്സ് തികഞ്ഞ സമയത്ത് നമുക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയതാണ്. അപ്പോൾ ഇതുവരെയും നമ്മൾ വോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ പ്രാവശ്യത്തെ വോട്ട് പോവും എന്നുള്ളത് എന്തായാലും ഉറപ്പന്നെയായിരുന്നു. എനിക്ക് പോയി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അമ്മേനെ അങ്ങോട്ട് കൊണ്ടു ചെല്ലാനായിട്ട്, അതായത് അമ്മയ്ക്ക് വോട്ട് ഞങ്ങളുടെ വീട് ഇരുന്നങ്ങോടാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് വോട്ട് കാഞ്ഞിരശ്ശേരി സ്കൂളിലും എനിക്ക് വോട്ട് ഇവിടെ മാരാത്തുകുന്ന് ITIയിലും ആണ് കേട്ടോ. അപ്പോൾ 2 കൂട്ടർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അവർ അവിടുന്ന് ഇരുന്നങ്ങോടുന്ന് എല്ലാവരും പറഞ്ഞു അമ്മയ്ക്ക് വരാൻ പറ്റും. ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ളൂ, ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര ക്ഷീണമാണ് അമ്മയ്ക്ക്, ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ പറ്റിയില്ല. അപ്പോൾ പ്രജി പോയിട്ട് വോട്ട് ചെയ്തിട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ പ്രജിക്ക് പോകണമെങ്കിലും പറയണ പോലെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ സമയം പോകുമല്ലോ. അങ്ങനെ 4 മണിയായപ്പോൾ ഇവിടെ അടുത്ത വീട്ടിലെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇപ്പോൾ തിരക്കില്ല, വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വന്നിട്ട് വോട്ട് ചെയ്ത് പൊക്കോളൂ, വേഗം വന്ന് പോവാം, ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആ സമയത്തൊരു വണ്ടി കിട്ടാൻ കഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി വണ്ടി ഒന്നുമില്ല, എങ്ങനെയൊക്കെയാണ് വന്നപ്പോൾ എന്നാൽ ഞാൻ നോക്കട്ടെ, ആരെങ്കിലും വിടാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുട്ടീനെ വിട്ടിട്ട് ഞാൻ അങ്ങനെ പോയിട്ട് വോട്ട് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ പൗരൻ്റെയും അവകാശമാണ് വോട്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും വോട്ട് പാഴാക്കാതെ ഭരണം തുടരുന്നതോ അല്ലെങ്കിൽ വേറൊരു ഭരണം വരുന്നതോ എങ്ങനെയൊക്കെ ഭരണം കാഴ്ചവെക്കുന്നതോ എന്നല്ല, നമ്മുടെ ഓരോ പൗരൻ്റെയും അവകാശമാണ് വോട്ട് എന്നുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യണം അല്ലേ. ഓരോരുത്തർക്കും ഓരോരോ ആശയങ്ങളും ഓരോരോ എന്താ പറയുക അവരവരുടേതായ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിലേക്കൊന്നും കിടക്കണ്ട രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമല്ല, എങ്കിലും ഓരോ പൗരൻ്റെയും അവകാശമാണല്ലോ. പിന്നെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ ആദർശങ്ങളുണ്ട് അല്ലേ. അപ്പം എനിക്കറിയാം, എന്നോട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവരൊക്കെ ആരെങ്കിലുമൊക്കെ ജയിച്ചിട്ട് എന്താ കാര്യം, നമുക്ക് വീട്ടിൽ കഞ്ഞി വെക്കണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം അല്ലെങ്കിൽ അങ്ങനെ, അതൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമ്മൾ അധ്വാനിച്ചാലാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതൊന്നും നമ്മൾ പറയണില്ല, രാഷ്ട്രീയം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ പറയാനോ ഞാനില്ല. എനിക്ക് നമുക്ക് നമ്മുടേതായ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്ന നമുക്ക് ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യും. നിയമസഭ ലോകസഭ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അപ്പോഴും ഓരോരുത്തരും നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്നില്ല അല്ലേ. പിന്നെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. മാത്രമല്ല നമ്മുടെ മുന്നിൽ മാത്രമേ ഇവരെല്ലാവരും വേർതിരിവുണ്ടാവുള്ളൂ, അവരൊക്കെ ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ തല്ലുകൂടിയിട്ടും കാര്യമില്ല അല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവരൊക്കെ ആരെന്താ എങ്ങനെയെന്നൊക്കെ പറയുന്നവർ നമ്മളോട് അങ്ങനെ പറഞ്ഞാലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളും വ്യക്തമായ ആശയങ്ങളും അല്ലെങ്കിൽ വ്യക്തമായ രാഷ്ട്രീയം അവർക്കുണ്ടായിരിക്കും. പക്ഷെ നമ്മളോട് പറയുമ്പോൾ അങ്ങനെ പറയണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും പോയിട്ട് ഞാൻ വോട്ട് ചെയ്തു. അപ്പോഴത്തേന് ഞാനിവിടെ ഞാൻ പോയതും വന്നു കേട്ടോ. അപ്പോൾ പ്രജി പറഞ്ഞു വാതിലടച്ചേളൂ ഞാൻ ചേച്ചി, അപ്പോഴത്തേന് എത്തിയെന്തേ വോട്ട് ചെയ്യാൻ പറ്റിയില്ലേന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ഇതാണ് ബൂത്ത് എന്ന് പറഞ്ഞു, ഞാൻ കയറി വോട്ട് ചെയ്തു പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ വോട്ടവകാശം, അതായത് ഈ 2026 ഈ ഒരു വോട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ
പ്രജിക്കും പോയിട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ വോട്ടൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവയ്ക്കത് കണ്ടപ്പോൾ അവൾ കളിക്കുക കേട്ടോ, അത് നോക്കുകയാണ്. അപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പോൾ ഞാൻ വോട്ട് ചെയ്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു വിട്ടാ ഇവയ്ക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇവ അത് വന്നോട്ടോ ഒന്ന് മാന്തി നോക്കുക. ആദ്യം ഒന്ന് മെല്ലെ തൊട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് അവൾ മെല്ലെ ഇങ്ങനെ മാന്തി നോക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് കരയാട്ടോ. അപ്പോൾ കരഞ്ഞപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കുക, ഞാൻ ശരിക്കും കരയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും മാന്താണ്. അപ്പോൾ എന്താ വേണ്ടേ, ഉണ്ണിക്കിത് വേണോ ചോദിച്ചു ഞാൻ. അപ്പോൾ അവളുടെ കയ്യിലും അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വരല് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കാലം കഴിയട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വോട്ടൊക്കെ ചെയ്ത് തുടർ ഭരണം വരുമോ, അല്ലെങ്കിൽ ഇനി വേറൊരു ഭരണം വരുമോ, അല്ലെങ്കിൽ വേറൊരു പാർട്ടി ഇനി വരുമോ, മൂന്നാമതൊരു പാർട്ടി വരുമോ, ഒന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഏത് ഭരണമാണെങ്കിലും നന്നായിട്ട് പോട്ടെ, നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കട്ടെ, നമ്മുടെ മാറ്റങ്ങളൊക്കെ നല്ലതായിട്ട് വരട്ടെ, അത്രമാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.